എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മേടിച്ചൊരു മാല, വള, കമ്മൽ, ഈ ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും അധികം മേടിക്കാത്ത ഒരാളാണ്. പിന്നെ എന്തോ എനിക്ക് ഒരു സമയത്ത് എനിക്കൊരു ഫംഗ്ഷൻ വന്നു. അന്നേരം എനിക്ക് ജസ്റ്റ് എന്തോ ഒരു തോന്നൽ, മേടിച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ, ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഒരിടത്തുനിന്ന് കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അതായത് നമ്മുടെ ഡ്രീം കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു പേജാണ്. അതെല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഡിംപിൾ റോസിൻ്റെയും ഡിവൈൻ്റെ അവരുടെയൊക്കെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് നിന്ന് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൽ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട അതൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തു, ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചേ. അപ്പോൾ അവർ പറഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ വേറെയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ അവർ കുറേ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ മാല മാത്രം മേടിക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ അവർ കുറേ മാലകളുടെ ഇങ്ങനെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നെ. ഞാനാണെങ്കിൽ മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എൻ്റെ കിളി പോയി സാറേ, അങ്ങനെ ഒരു സംഭവമായിരുന്നു എനിക്കത് ആ ഫോട്ടോ മുഴുവൻ കണ്ടപ്പം. ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ ഏത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനായി. ഇത് മുഴുവൻ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ഞാനൊരു 2-3 ദിവസം ഈ ഉള്ള ഫോട്ടോസ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, ഇതിനകത്ത് നിന്ന് ഏത് മേടിക്കണം എന്ന് വിചാരിച്ച്. എനിക്ക് ഒരെണ്ണം മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം മതി, അതിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. പക്ഷേ ഇതിനകത്ത് നിന്ന് ഏത് എനിക്ക് സെലക്ട് ചെയ്യുമെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരെണ്ണം അവരോട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മാല മാത്രം മതിയോ അതോ വളയോ അങ്ങനെ വല്ലതും വേണമെന്നൊക്കെ ചോദിച്ചത്. അപ്പം പിന്നെ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, ഞാൻ പറഞ്ഞു വളയും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുമെന്ന് ചോദിച്ചേ. അന്നേരം ദേണ്ട വരുന്നു വളേൻ്റെ കുറേ ഫോട്ടോസ്. ദൈവമേ, നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെ. ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് വളയും ഞാൻ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പം പിന്നെ കമ്മൽ, ഞാൻ വിചാരിച്ചു ഈ കമ്മലും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കമ്മലും ഞാൻ മേടിച്ചു കേട്ടോ. അപ്പം 3ഉം ഞാൻ മേടിച്ചത് മറ്റേ റൂബി ആ ഒരു ടൈപ്പാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാല കാണിക്കാവേ. മാല എന്ന് പറയുന്നൊരു നെക്ലേസ് ടൈപ്പാണ്. അത് ഇങ്ങനെ ഒരു ഇതിനകത്താണ് ഇതിനകത്ത് ഇങ്ങനെ കവറിനകത്ത് ഇട്ടിട്ട് പിന്നെ ഒരു ബോക്സ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിനകത്താണ് നമുക്ക് വരുന്നത് കേട്ടോ. ഭയങ്കര സേഫായിട്ട് സെക്യൂറായിട്ടാണ് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മാല. ഒരു നെക്ലേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മാലയാണ് കേട്ടോ. ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്നാ രസമാണെന്നറിയാമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത ഒന്നാണിത് കേട്ടോ. കുറേ ഉണ്ട് അവരുടെ അടുത്ത് ഇതുപോലത്തെ മാലകളൊക്കെ. ഇത് ത്രെഡ് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇത് സാധാരണ കൊളുത്ത് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്കിടാൻ എളുപ്പത്തിന് ഈ ത്രെഡ് ഇട്ടതാണ്. ഈ ത്രെഡ് ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ടോ, ഇപ്പം ഞാൻ ഓൾറെഡി മാല ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു രസമില്ല. മാല ഊരിയിട്ടിടുവാണെങ്കിൽ നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ. നല്ല ഡ്രസ്സില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഒരു ഫിനിഷിംഗ് ആണ് ഇതിന്. ശരിക്കും നമുക്ക് ഗോൾഡാന്ന് തന്നെ തോന്നും. അവിടെ ഇവിടെ ഉന്തിയോ മുഴച്ചോ അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. കറക്റ്റ് നമ്മുടെ സ്വർണ്ണം എങ്ങനെയാണ് ഇരിക്കുന്നത്, സ്വർണ്ണത്തിൻ്റെ മാല അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആണ് ഇതിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എനിക്ക് പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അതുപോലെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിന്നാണല്ലോ മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു വന്നപ്പം കേട്ടോ. പിന്നെ ഞാനിത് റൂബി കളറാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതിൻ്റെ വൈറ്റ് സ്റ്റോണും ഉണ്ട്. എനിക്ക് റൂബിയാണ് കുറച്ചും കൂടെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ റൂബി മേടിച്ചത് കേട്ടോ. നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സൂപ്പറാണ്. ഒരു ആർക്കും തോന്നത്തില്ല ഭയങ്കര ഓവറും മഞ്ഞ കളറോ അല്ലെങ്കിൽ കുറവ് കളറോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് കളറും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വള. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് വളയാണ് മേടിച്ചത്. കാരണം ഇങ്ങനെ നമുക്ക് സൈസിൻ്റെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം എൻ്റെ കൈ ഒട്ടും ഒതുങ്ങൂലാത്ത കൈയാണ്. പിന്നെ മേടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വളയാണ് മേടിച്ചത്. ഇതാകുമ്പം ഏത് സൈസ് വേണമെങ്കിലും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഇത് ഞാൻ റൂബി കളർ തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം നമ്മുടെ മാല റൂബി കളറാണല്ലോ, വളയും കൂടെ സെയിം ആയാലും നല്ല രസമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ അമ്മയുടെ കൈയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഒതുങ്ങുന്ന കൈയാണ്. ചെറിയ വളയാണെങ്കിൽ പോലും കയറും. പക്ഷേ എൻ്റെ കൈ അങ്ങനെയല്ല, ഇവിടം കൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ അത് കയറത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ വളയാണ് മേടിച്ചത്. 2 മേടിച്ചു കേട്ടോ. എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടോ. ഇതിൻ്റെ വർക്കൊക്കെ എന്നെ രസമാണെന്ന് നോക്കി.
നല്ല എന്നാ പറയണ്ടേ നല്ല ഫിനിഷിംഗ് ആണ്. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഭയങ്കര കളറോ ഓവർ കളറ് ചിലതിനൊക്കെ അങ്ങനെ കാണത്തില്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് കളറുണ്ട്, നല്ല കറക്റ്റ് നമ്മുടെ ഗോൾഡ് പോലെ തന്നെ തോന്നും. അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം എന്നാ 2 കമ്മലും കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കമ്മൽ, കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയാണ്. ഇതും ഞാൻ റൂബി കളർ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. കാരണം അത് രണ്ടും റൂബി ആയതുകൊണ്ട് ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ, അടിപൊളിയാണ്. ഇത് ഇട്ടിട്ട് നല്ല രസമാണ്. എന്നാ പറയണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞതല്ല, പിന്നെയും പിന്നെയും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിങ്, നല്ല കളറ്. ഇത് ഈ ഡള്ളായിട്ടുള്ള റൂബിയില്ല, നല്ല അടിപൊളി കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ 3ഉം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ പറയണ്ടേ, പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എന്നാ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതിൻ്റെ കളറ് പോകും. നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ് ഇതിൻ്റെ കളറ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ സെയിം ഈ കവറിൽ പിന്നെ ആ ബോക്സിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുറേ നാൾ നിൽക്കും, ഒരു കുഴപ്പം വരത്തില്ല കളറിന്. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ മാല, വള, കമ്മൽ, ഇത്രയും സംഭവങ്ങളാണുള്ളത്. എന്നെ കണ്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കസ്റ്റമർ സർവീസാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും കറക്റ്റ് അപ്ഡേറ്റ്സ് നമുക്ക് തരും. ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ പാക്ക് ചെയ്തു, അല്ലെങ്കിൽ എന്താ ഇപ്പം നമ്മൾ അയച്ചു, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് നാളെ അയക്കാൻ പറ്റത്തുള്ളൂ, ഇന്ന് കുറച്ച് അതിൻ്റെ റീസൺ വരെ അവർ പറയും. നമ്മൾ ചോദിച്ചില്ലെങ്കിലും അവർ പറയും. അവരിങ്ങോട്ട് തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യും കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെയൊന്നും അധികം ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്തും കേട്ടോ. മാക്സിമം 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യിലെത്തും. ഇങ്ങനെ ഒരു ഡിലേയോ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.